സംഘർഷം ഒഴിയാതെ മധ്യപൂർവേഷ്യ. മധ്യപൂർവേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിന് സമീപം നങ്കൂരമിട്ട കപ്പലുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് 23,000-ഓളം ജീവനക്കാരെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ഇന്ത്യയുടെ 36 കപ്പലുകളിലായി 1,074 പേരുമുണ്ട്. അതേസമയം തീരത്തേക്ക് അടുക്കുന്ന ഇറാന്റെ രണ്ടാം യുദ്ധക്കപ്പലിനും ആക്രമണ ഭീഷണിയെന്ന് ശ്രീലങ്ക അറിയിച്ചു. കപ്പലിൽ 100-ലധികം നാവികരുണ്ട്. ഇന്ത്യൻ തീരത്ത് നിന്ന് മടങ്ങിയ ഇറാൻ യുദ്ധക്കപ്പൽ IRIS ദേന അമേരിക്ക തകർത്തതിൽ കേന്ദ്ര സർക്കാർ പ്രതികരിക്കാത്തതിൽ പ്രതിപക്ഷം രംഗത്തെത്തി. ഇതിനിടെ സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ഡ്രോണാക്രമണ ശ്രമമുണ്ടായി. ഇന്നുച്ചയോടെ ഖത്തറിൽ വിവിധയിടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതനിലേക്കാണ് ആദ്യം. അച്യുതൻ, ഈ ഹോർമുസ് കടലിടുക്കിന് സമീപം ഒട്ടേറെ ഇന്ത്യൻ കപ്പൽ ജീവനക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ടല്ലോ. അവരുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്? അച്യുതൻ. ഉന്മേഷ്, പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്നാണ് നിരവധി കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഗൾഫ് മേഖലകളിലായി കുടുങ്ങിക്കിടക്കുന്നത്. ആ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിൽ ഏതാണ്ട് 23,000-ഓളം ഇന്ത്യൻ നാവികർ ഉണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ 36 കപ്പലുകളുണ്ട്. പേർഷ്യൻ കടലിടുക്കിലായി 36 കപ്പലുകളുണ്ട്. ആ 36 കപ്പലുകളിലായി 1,074 ഇന്ത്യക്കാരാണ് ഉള്ളത്. ഇതിൽ ഈ 36 കപ്പലുകളിൽ 12 കപ്പലുകൾ ഒമാൻ കടലിടുക്കിലും 24 കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലുമായാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ നാവികരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഒപ്പം തന്നെ സംഘർഷ സാധ്യതയുള്ള സമുദ്ര മേഖലകളിലെ സ്ഥിതി അത് നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സാധ്യതകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ അവിടെ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്നിരുന്നാലും ഒരു അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഒരു സാഹചര്യങ്ങളാണ് നിലവിൽ ഈ മേഖലയിലെ ആകെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ നിലയുറപ്പിച്ച ഈ ഇടങ്ങളിൽ തന്നെയാണ് ഈ കപ്പലുകൾ ഉള്ളത്. അതിന് മറ്റിടങ്ങളിലേക്ക് നീങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ സാഹചര്യമാണ് മുൻപിലുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ അടക്കം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് നാവികസേനയുടെ 2 കപ്പലുകൾ, അത് ഈ ഓപ്പറേഷൻ സങ്കല്പിന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുള്ള 2 നാവികസേനയുടെ കപ്പലുകളോട് തയ്യാറെടുത്തിരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക സഹായമോ ദുരന്ത നിവാരണമോ ആവശ്യമെങ്കിൽ ഈ കപ്പലുകളായിരിക്കും ആ ദൗത്യം ഏറ്റെടുക്കുക എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.